നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുവെന്നും വൈകാതെ പുറത്തുവിടുമെന്നും അവകാശപ്പെട്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാന്റെ ഈ അവകാശവാദം എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്നാലും ഇത്തരത്തിലൊരു അവകാശം, അതായത് ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തി എന്നതടക്കമുള്ള ഒരു അവകാശമാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാന്റെ ആക്രമണശേഷിയെ ശക്തിപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ ശേഖരം എന്നാണ് അതിനെ ഇറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് ഒരു TV അഭിമുഖത്തിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്, വെല്ലുവിളി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത് വെറുമൊരു വീരവാദം മാത്രമാണോ? ശരിക്കും അത്തരത്തിൽ ഇസ്രായേലിന്റെ ഒരു ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായോ? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വെല്ലുവിളിയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ആണവ പദ്ധതി ആരോപിച്ച് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ UN-ൽ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആണവ നിലയങ്ങളെ കുറിച്ചുള്ളതടക്കം നിർണായകമായ വിവരങ്ങൾ ചോർത്തി എന്നതടക്കമുള്ള ഒരു അവകാശവാദവും ഈയിടയ്ക്ക് മുന്നോട്ട് വെച്ചിരുന്നു. അതായത് അടുത്തിടെ അറസ്റ്റിലായ ഇസ്രായേൽ പൗരന്മാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള ഒരു അവകാശവാദം ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. ഇറാന്റെ ഇന്റലിജൻസ് ടീമിൽപ്പെട്ടവർ ഇസ്രായേലിന്റെ തന്ത്രപരമായ വിവരങ്ങൾ നേടിയെടുത്തുവെന്നും അത് ദൈവത്തിന്റെ സഹായത്തോടെ രാജ്യത്തേക്ക് മാറ്റി എന്നതടക്കമുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെച്ചത്. ആയിരക്കണക്കിന് പേജുകളുള്ള രേഖകൾ കിട്ടിയെന്നും അവ ഉടൻ പരസ്യമാക്കുമെന്നും ഖത്തീഫ് വ്യക്തമാക്കി. US, യൂറോപ്പ്, മറ്റ് രാജ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളും ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് ഖത്തീഫ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ദശാബ്ദ കാലത്തെ തർക്കം പരിഹരിക്കുന്നതിനായി അമേരിക്ക ഇപ്പോൾ ഇറാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടി എടുക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ വിവര ചോർച്ചയെ സംബന്ധിച്ച് ഇസ്രായേലിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയം. കഴിഞ്ഞ വർഷം ഇസ്രായേലി ആണവ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ഒരു ഹാക്കിങ്ങുമായി ഈ വിവര ചോർച്ചയ്ക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും ഒരു സംശയം ഉയരുന്നുണ്ട്. എന്തായാലും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്തയാണ് ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ അവരുടെ ഒളിയാക്രമണത്തിനൊരുക്കിയ വൻ തുരങ്കങ്ങൾ അവരുടെ അന്ത്യത്തിന് വഴിയൊരുക്കുകയാണ് എന്ന വിവരം. ആശുപത്രികൾക്കും ആരാധനാലയങ്ങൾക്കും അടിയിൽ വരെ ഹമാസുകൾ ഒരുക്കിയ തുരങ്കങ്ങൾ ഓരോന്നും ഇസ്രായേൽ സേന തകർക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 5000-ഓളം ഹമാസ് ഭീകരർ വിവിധ തുരങ്കങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടെന്നായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം. തുരങ്കങ്ങളിലേക്ക് അതിമാരകമായ വിഷപ്പുക അടിക്കാനും വെള്ളം നിറയ്ക്കാനുമുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സൈന്യം. സാധാരണ പലസ്തീൻ പൗരന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കി ഹമാസുകൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന കരുനീക്കം ഇനി അനുവദിക്കില്ലെന്നും ഇത്രയേറെ പേർ കൊല്ലപ്പെടാൻ കാരണമായത് ഹമാസുകളുടെ തുരങ്കവാസം കാരണമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ചെറുതും വലുതുമായ 50-ലേറെ തുരങ്കങ്ങൾ ഉള്ളതായി ഇസ്രായേൽ സൈന്യം സംശയിക്കുന്നുണ്ടായിരുന്നു. ഗാസയിൽ സൈനിക നടപടിക്കിടെ ഹമാസ് ഭീകരരുടെ പുതിയൊരു വലിയ തുരങ്കം ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരുന്നു. ഇതിനുള്ളിൽ നിന്ന് ആയുധശേഖരവും നിരവധി പ്രധാന ജിഹാദി രേഖകളും കണ്ടെത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലെ യൂറോപ്യൻ ആശുപത്രിക്ക് കീഴിൽ കണ്ടെത്തിയ ഈ ഭൂഗർഭ തുരങ്കത്തിന്റെ വീഡിയോ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു. ഇതേ ആശുപത്രിക്ക് സമീപം നിർമ്മിച്ച ഒരു തുരങ്കത്തിൽ നിന്നാണ് ഹമാസ് തീവ്രവാദികൾ അവരുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം പ്രവർത്തിപ്പിച്ചിരുന്നതെന്നും ആശുപത്രികളെയും സാധാരണ പലസ്തീനികളെയും കവചങ്ങളായി ഉപയോഗിച്ച് ഹമാസ് തീവ്രവാദികൾ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്നതായി ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ തുരങ്കപാത ഹമാസിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരികയാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു. ഭീകര ആവശ്യങ്ങൾക്കായി ഗാസയിലെ ആശുപത്രികളെ ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും ചൂഷണം ചെയ്യുന്നു എന്നതിന്റെ തെളിവായി ഇത് മാറി. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ പ്രത്യേക തുരങ്കത്തിനുള്ളിൽ ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനമുള്ള ഹമാസ് ഭീകരരുടെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നും അത്യാധുനിക ആയുധങ്ങളും വെടിക്കോപ്പുകളും രഹസ്യരേഖകളും ഭൂപടങ്ങളും കണ്ടെത്തിയതായും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. തുരങ്കത്തിനുള്ളിൽ CCTV നിരീക്ഷണ സംവിധാനവും ഉണ്ടായിരുന്നു. ഇസ്രായേലുമായുള്ള അതിർത്തിക്ക് സമീപം വടക്കൻ ഗാസയിൽ മറ്റൊരു വൻ തുരങ്കം അടുത്തിടെ ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. 4 കിലോമീറ്ററിലധികം ദൂരമുള്ള തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം 50 മീറ്ററോളം ഭൂമിക്കടിയിലേക്കുള്ളതായും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നത്ര വീതിയുള്ളതായും ഇസ്രായേൽ സേന വ്യക്തമാക്കിയതാണ്. ഇസ്രായേൽ അതിർത്തിക്ക് 400 മീറ്റർ അകലത്തിലായിരുന്നു ഈ തുരങ്കം അവസാനിക്കുന്നത്. 100 കണക്കിന് ശാഖകളും ജംഗ്ഷനുകളുമുള്ള തുരങ്കത്തിൽ വൈദ്യുതി കണക്ഷനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു.
മാത്രവുമല്ല, തുരങ്കത്തിന്റെ ചില ഇടങ്ങളിൽ സ്ഫോടനം ചെറുക്കാൻ സാധിക്കുന്ന വലിയ കവാടങ്ങൾ ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. ഹമാസിന്റെ വടക്കൻ കമാൻഡർ മുഹമ്മദ് സിൻവാറിന്റെയും സഹോദരൻ യഹിയ സിൻവാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ തുരങ്കങ്ങളുടെ നിർമ്മാണം. 10 വർഷം കൊണ്ടാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചത്. ഇരുവരെയും അടുത്തയിടെ ഇസ്രായേൽ സൈന്യം ബോംബിങ്ങിലൂടെ കൊലപ്പെടുത്തിയിരുന്നു. മുതിർന്ന ഹമാസ് കമാൻഡറുടെ വീടിന്റെ അടിയിൽ പിരിയൻ ഗോവണിയിലൂടെ ഇറങ്ങാവുന്ന 7 നിലകളുടെ മറ്റു തുരങ്കം 6 മാസം മുൻപ് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. ഹമാസ് തുരങ്കങ്ങളുടെ വലിപ്പവും ഗുണനിലവാരവും ആസൂത്രണവും തങ്ങളെ ഞെട്ടിച്ചെന്നായിരുന്നു ഇസ്രായേലി US ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഹമാസ് നേതാക്കൾക്ക് കാർ ഓടിച്ചു പോകാൻ മാത്രം വലിപ്പമുള്ളവയായിരുന്നു ഈ തുരങ്കങ്ങൾ. അതായത് അത്രയും വിശാലമായിരുന്നു. ഗാസയിലെ ഒരു ആശുപത്രിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിന് 3 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ളതായാണ് കണ്ടെത്തിയത്. ഗാസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഇസ്രായേൽ സൈന്യത്തിന് തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. പുറത്തുനിന്ന് നോക്കിയാൽ ഇവ കണ്ടെത്തുക ദുഷ്കരം. ഇസ്രായേലിലെ ചാര ഉപഗ്രഹങ്ങൾക്കും പോലും ഇത് കണ്ടെത്തുക എളുപ്പമല്ല. ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഹമാസ് ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങൾ ഇസ്രായേൽ സൈന്യം അടുത്തിടെ പിടിച്ചെടുത്തിരുന്നു. ചില തുരങ്കങ്ങളുടെ വലിപ്പം 250 മൈൽ വരുമെന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നത്. തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാൻ 5700 വഴികളുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ഗാസയെ ഒരു സമ്പൂർണ്ണ സൈനിക താവളമാക്കി മാറ്റാനാണ് കഴിഞ്ഞ 15 വർഷം ഹമാസ് അവരുടെ സമയവും മറ്റും ഉപയോഗിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു നിഗമനം. ഹമാസ് നേതാക്കളെയും അവരുടെ ആയുധശേഖരത്തെയും ഇല്ലാതാക്കണമെങ്കിൽ തുരങ്കങ്ങൾ പൂർണ്ണമായി തകർക്കണമെന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ തുരങ്കങ്ങളിലേക്ക് വിഷപ്പുക കയറ്റാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ സേന. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായക സംഭവം കൂടി ഉണ്ടായി. ഗാസ മുനമ്പിലേക്ക് അവശ്യ വസ്തുക്കളുമായി എത്തിയ ഗ്രേറ്റ തുൻബർഗയുടെ കപ്പൽ തടഞ്ഞ് ഇസ്രായേൽ സൈന്യം. കപ്പൽ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. മദ്ലീൻ എന്ന കപ്പലാണ് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത്. ഗ്രേറ്റയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത്. കപ്പൽ ഗാസയിൽ എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പലസ്തീൻ പ്രദേശത്തെ നാവിക ഉപരോധം മറികടക്കാൻ ഇസ്രായേൽ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജൂൺ 1-ാം തീയതിയായിരുന്നു കപ്പൽ ഇറ്റലിയിലെ കറ്റാനിയ തീരത്തെ സിസിലി തുറമുഖത്ത് നിന്ന് ഗാസ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലീഷൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്. പഴച്ചാറുകൾ, പാൽ, അരി, ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രോട്ടീൻ ബാറുകൾ തുടങ്ങിയവയാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം. ഇത് 2-ാം വട്ടമാണ് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലീഷന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു ആദ്യത്തെ ശ്രമം. അന്ന് മാൾട്ട തീരത്തുകൂടി നീങ്ങവേ കപ്പലിൽ ഡ്രോൺ പതിച്ചു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നായിരുന്നു സംഘത്തിന്റെ ആരോപണം. അന്ന് കപ്പലിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.